ഹാപ്പി, ഓ ഹാപ്പി, നീ എവിടെയാണ്? നമ്മൾ ലേറ്റ് ആവുന്നു മോനെ. ഹാ, എത്ര നല്ല കുട്ടിയാണ് ഹാപ്പി. ആരും കണ്ടുവയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാവരുടെയും ബാഗ് അവൻ എടുത്തിട്ടുണ്ട്. ആന്റി സോറി, ഇതെല്ലാം എന്റെ ബാഗ് മാത്രമാണ്. അയ്യോ, അയ്യോ, ആരെങ്കിലും എന്നെ കൂടെ ഒന്ന് പുറത്തിറക്കൂ. ഇത്രയും ബാഗുകളോ, അതും 2 ദിവസത്തെ ട്രിപ്പിന്? നിൽക്കൂ അങ്കിൾ, ഞാൻ നോക്കട്ടെ. ഇതാണ് ഹാപ്പിയുടെ ഹോളിഡേ ബാഗ്. കൊള്ളാം. ഇതല്ലാതെ നിനക്ക് വേറെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ 2 പേരുടെയും കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം. ഞങ്ങൾ 5 പേർക്കുള്ള റൂം ബുക്ക് ചെയ്തിരുന്നു. നെയിം പ്ലീസ്. ഹാപ്പി. പേരെന്താ, കേട്ടിട്ടില്ലേ? നോ സർ, ഈ പേരിൽ ഒരു ബുക്കിംഗും കാണുന്നില്ലല്ലോ. സർ, താങ്കൾ വളരെ ലക്കിയാണ്. ഞങ്ങളുടെ കയ്യിൽ ഈ ഹോട്ടലിലെ ഏറ്റവും വലിയ സ്വീറ്റ് റൂം നമ്പർ 13 അവൈലബിൾ ആണ്. എന്താ നിങ്ങൾ പറയുന്നത്? ബെൽ ബോയ്, സാറിന് റൂം നമ്പർ 13 കാണിച്ചു കൊടുക്ക. പക്ഷേ മാം, അവിടെ പെട്ടെന്ന് ചെല്ല്. ഏറ്റവും വലിയ സ്വീറ്റ് റൂം. അയ്യോ, ഇന്ന് എന്റെ പണി നല്ല രസമായിരിക്കും. നല്ല രസമായിരിക്കും. അയ്യോ മമ്മി, എനിക്കൊന്നും അറിയില്ലേ. എന്താ ഇത്? ഓഹോ, എന്തൊരു സർവീസാണ്. ആ ബെൽബോയുടെ ഓട്ടം കണ്ടാ തോന്നും അവനേതോ ഭൂതത്തെ കണ്ടെന്ന്. ഭൂതത്തെ അവൻ എന്തായാലും കണ്ടുകഴിഞ്ഞു. എത്ര വലിയ സ്വീറ്റാണ്. ഇവിടെ പറന്ന് നടന്ന് ഓടിക്കളിക്കാം. ഓ, എത്ര ഭംഗിയുള്ള റൂമാണ്. പക്ഷെ ഇത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കും. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. ഞാൻ ആദ്യം ഒന്ന് സുന്ദരമായി ഉറങ്ങട്ടെ, എന്നിട്ട് പുറത്തൊക്കെ പോകാം. ഇതാരാണ്? എന്റെ സൂട്ടിൽ, എന്റെ ബെഡിൽ, എന്റെ പുതപ്പും പുതച്ചിങ്ങനെ കിടന്നുറങ്ങുന്നത് ആരാണെന്ന് വല്ലു ഇപ്പൊ നിന്നെ കാണിച്ചു തരാം. നോക്കിക്കോ. നീയും ഭൂതമാണോ? നിങ്ങളും ഭൂതമാണോ? ഓഹോ, നീ എങ്ങനെയാണ് ഞങ്ങളുടെ മുറി വന്നത്? നീ ആരാണ്? ബൽവീന്ദ്രൻ നിക്നെയിം ബല്ലുന്റെ റൂമിൽ വന്നിട്ട് ചോദിക്കുന്നു ഞാൻ ആരാണെന്ന്. എല്ലാവരെയും ശരിയാക്കി തരാം. നീ ഇപ്പൊ തന്നെ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകണം. മീശ പിരിച്ചിട്ട് ഈ മുറി ഞങ്ങളുടേതാണ്. നിങ്ങളുടെ പറക്കുന്ന മീശയ്ക്ക് ഇത്രയും ബലമുണ്ടെങ്കിൽ എന്നെ ഒന്ന് പുറത്താക്കി കാണിക്കേ. എനിക്ക് തോന്നുന്നു ബലം തീരെ കുറവാണെന്ന്. ഈ മുറി എന്റേതാണ്. എന്റേതാണെന്ന്. ഈ മുറി എന്റേതാണ്. 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 അല്ല എന്റേതാണ്. എന്റെ ഇങ്ങനെ പോയാൽ ഹോളിഡേസ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ അവസാനിക്കും. അങ്കിൾ അങ്കിൾ
ഒന്ന് ക്ഷമിക്കൂ, ഞങ്ങൾ 2 ദിവസത്തേക്കാണ് വന്നത്. ഇത്രയും വലിയ മുറിയല്ലേ, അയാൾക്കും താമസിക്കാം നമുക്കും താമസിക്കാം. വേണ്ട വേണ്ട, നെവർ. നമ്മൾ ഈ മുറി ഫുൾ ആയിട്ടും ഉപയോഗിക്കും. കേണൽ അങ്കിൾ, നമുക്ക് ഹോളിഡേ സ്പോയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി പിനാക്കി, നീ പറയുകയാണെങ്കിൽ ഈ റൂമിൽ നിന്ന് പോകാം. ഓഹോ, മനുഷ്യക്കുട്ടിയോ, അതും ഭൂതങ്ങളുടെ കൂടെ. ഈ ബല്ലുവിനെ ഞാൻ പിന്നെ കണ്ടോളാം. അത് ശരി. കേണലിന്റെ ദേഷ്യം വളരെ കൂടുതലാണല്ലോ. എനിക്കാണെങ്കിൽ ദേഷ്യം വരുത്താൻ വളരെ ഇഷ്ടവുമാണ്. ഇവരെ എന്റെ മുറിയിൽ ഞാൻ താമസിപ്പിക്കില്ല. എന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത് എന്റെ, അത് നിങ്ങളുടെ. നമ്മൾ ഈ സൂട്ടിന്റെ മുഴുവൻ പൈസ കൊടുത്തതല്ലേ. എനിക്കിവിടെ ഇഷ്ടമുള്ളിടത്തൊക്കെ ഞാൻ പോകും. ആ, പിന്നെ ഞാൻ എന്റെ ഫേവറേറ്റ് ഓറഞ്ച് ജ്യൂസും കുടിക്കും. ഇവനെ ഞാൻ ഇപ്പോൾ തന്നെ ജ്യൂസ് ആക്കി തരാം. സാരമില്ലെന്നേ, വിട്ടേക്ക്. ഞാനിവർക്ക് സമാധാനം കൊടുക്കില്ല. ഈ മനുഷ്യക്കുഞ്ഞിന്റെ വാക്ക് കേട്ട് എത്ര നേരം ശാന്തമായിരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആദ്യം ഞാൻ പോകും. ഇല്ല, ഹാപ്പി പോകും. ഞാൻ പോകും. ഹാപ്പി പോകും. ഞാൻ പോകും. ഇല്ല, പറഞ്ഞില്ല, ഹാപ്പി പോകും. ശരി, എന്നാ ഹാപ്പി തന്നെ പോകട്ടെ. എന്തിനു പോകാൻ അനുവദിച്ചോലെ? നല്ല തണുത്ത തണുത്ത വെള്ളം. ഇനിയൊന്ന് വന്ന് കാണിക്ക്. ചേച്ചി, എത്ര നാണമില്ലാത്ത ഭൂതമായത്. എല്ലാവരും സുഖിക്കുകയാണല്ലേ. ഞാനിപ്പോ കാണിച്ചു തരാം. ഇവരെ ശല്യം ചെയ്ത് ഓടിക്കാം. ആ കേണലിന് കാണിച്ചു കൊടുക്കാം. ബൽവിന്റെ നിക്നെയിം ബല്ലുന്റെ മുറിയിൽ താമസിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അയ്യോ, മീശ വിളിച്ചിട്ട് നിർത്തൂ, അത് വളരെ മോശമായി പോയി. ഞാനുള്ളപ്പോൾ എന്റെ ഫാമിലി ആർക്കും ശല്യപ്പെടുത്താനാകില്ല. ഇനി ഇവിടെ ഭൂതങ്ങളുടെ കഴിവല്ല, മനുഷ്യന്റെ കഴിവാണ് കാണിച്ചു കൊടുക്കേണ്ടത്. നീ പറഞ്ഞതാണ് ശരി. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. അത് ബല്ലുവിന്റെ എല്ലാ പ്ലാനും നശിപ്പിക്കും. നോക്കിക്കോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്. ഈ ബല്ലു ആളുകളെ വളരെ അധികം ശല്യപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഇവരെ ശരിയാക്കാം. ആദ്യത്തെ പാർട്ട് ഡിസ്ട്രാക്ഷൻ. ഇത്ര നല്ല ക്യൂട്ട് ഡോഗി ആരുടെയാ? വളരെ നന്നായി ഗപ്പു. ഇതുപോലെ തന്നെ അവരുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടേയിരിക്കൂ. ഈ ടോയ്ലറ്റ് പേപ്പർ എന്തിനാണ്? ഗിഫ്റ്റ് റാപ്പിങ്ങിന് വേണ്ടിയാ. നമുക്ക് പാഴ്സൽ ആക്കേണ്ടതല്ലേ. അയ്യോ, പാർട്ട് 2 പ്രൊവോക്കേഷൻ. അയ്യോ, ഒരു കുഞ്ഞു മാമ കിടക്കുന്ന കണ്ടില്ലേ? ഞങ്ങളെ വീഴ്ത്തിയല്ലേ നീ. ഇനി നിന്റെ ഊഴമാണ്. താങ്കൾ ആഹാരം കഴിച്ചു കഴിഞ്ഞെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കൂ ബല്ലു സർ. അയ്യോ,
ഇനി ബൽവീന്ദർ നിക്നെയിം ബല്ലു ഈ വിഭൂതി ഫാമിലിയെ വെറുതെ വിടത്തില്ല. ഇല്ല. ദേ പിടിച്ചു. എവിടെ പോയി? ബല്ലു സർ. ആ. എവിടെ പോയി? താങ്കൾ ഇത് അവിടെ നോക്കുന്നത്, ഇതേ ഇവിടെ നോക്ക്. ഇനി താങ്കൾ വരൂ ബാറ്റപ്പിലേക്ക്. Part 3, action. ഓ, ഓ. വെള്ളം ഏതായാലും കുടിച്ചില്ലേ, ഇനി കുറച്ച് ഫോം കൂടി കഴിച്ചോളൂ. ഇനി നിന്നെ ഒരു മമ്മിയാക്കാൻ പോവുകയാണ്. ഹാപ്പി. വരൂ, നമുക്ക് കുറച്ച് കാറ്റ് കൊണ്ടിട്ട് വരാം ബില്ലു സർ. ഇനി പോകൂ സ്വിമ്മിംഗ് പൂളിൽ. ഒന്ന് കുളിച്ചിട്ട് വരൂ. ഞാനൊന്ന് ചെയ്യും. അയ്യോ, ടോയ്ലറ്റ് പേപ്പർ കീറിപ്പോയല്ലോ. ഇനി പോകൂ കാനയിലേക്ക്. നമ്മുടെ ഫാമിലിയോട് വെറുതെ കളിച്ചാലുണ്ടല്ലോ, ദേ ഇങ്ങനെ ഇരിക്കും. വരൂ, നമുക്ക് തിരിച്ചു പോകാം. എന്താ നിങ്ങളും ഭൂതങ്ങളെ പേടിച്ച് ഓടി പോവുകയാണോ? റിസോർട്ട് മുഴുവൻ കാലിയാണ്. എന്താ? റിസോർട്ട് മുഴുവൻ കാലിയാണോ? ഇപ്പോഴാണ് യഥാർത്ഥ